ഹായ് ഹലോ നമസ്കാരം, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അപ്പോഴിൽ സുജിത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടെയാണ്. എൻ്റെ പുറകിൽ കണ്ടോ ഒരുപാട് പൂക്കളൊക്കെ ഇല്ല, നല്ലൊരു ഭംഗിയുള്ള സ്ഥലത്താണ് ഇന്ന് നിൽക്കുന്നത്. കണ്ടില്ലേ, ഒരുപാട് വാഹനങ്ങളൊക്കെ വരുന്നതും പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു റൂട്ട് കണ്ടില്ലേ. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഡാർക്ക് ആട്ടോ. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 5 മണിയായി. ഞാൻ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഉമ്മേദ് പാലസ് കേട്ടോ. രാജസ്ഥാനിലെ ജോധ്പൂരിലുള്ള ഉമ്മേദ് പാലസിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ആ റോഡിലാണ്, ആ ഭാഗത്തൊക്കെയാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. ആ കണ്ടില്ലേ, ഞാൻ ഈ കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ എൻട്രൻസ് ആണ്. എൻട്രൻസ് കഴിഞ്ഞ് ഈ റോഡ് വഴി, ഈ പൂക്കളൊക്കെ കണ്ടില്ലേ, ഈ റോഡ് വഴി എന്ത് ഭംഗിയിൽ അവർ അറേഞ്ച് ചെയ്ത് നോക്കി. ഒരുപാട് നല്ല കളർഫുൾ ആയിട്ടുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലൈറ്റ് കുറച്ച് കുറവാണ്. എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉള്ളിൽ പോയി എല്ലാ സ്ഥലത്തും കണ്ടു. ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർ പറഞ്ഞു വീഡിയോഗ്രാഫി അലൗഡ് അല്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം അറിയില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഈ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. എൻ്റെ കയ്യിൽ മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മൈക്കും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, ഇവിടെ അത്യാവശ്യം വലിയ സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ എല്ലാ വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ മുഴുവനായിട്ടും കാണാം. ഈ കാണുന്നത് ഉമ്മേദ് പാലസിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന റോഡാട്ടോ. കണ്ടില്ലേ, ഒരുപാട് ടാക്സികൾ കാണാം. ഓട്ടോ ടാക്സി സ്റ്റാൻഡ് പോലെ കാണുന്നില്ലേ. പക്ഷേ ഇത് ഇവിടെ പാലസിൻ്റെ ഫ്രണ്ട് സൈഡാണ്. അവർക്കറിയാം ടൂറിസ്റ്റുകളായിട്ടും ആൾക്കാരും വരുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഇവർക്കറിയാം ഇത്രയും ഓട്ടം ഉള്ളതുകൊണ്ടാണ് ഇവിടെ വന്ന് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ചൊരു ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് ഒരു ഓട്ടോ കിട്ടുക എന്നുള്ളത് ഭയങ്കര റിസ്ക്കാണ്. അതുകൊണ്ടാണ് ഇത്രയും ടാക്സിയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. നമുക്ക് നേരെ ഉള്ളിലേക്ക് പോവാം. ഫ്രണ്ട് സൈഡിലൊക്കെ കണ്ടില്ല, ഇതുപോലെ ഇങ്ങനെ നേരെ എൻട്രൻസിലേക്ക് ഞാൻ കയറുകയാണ്. ഇങ്ങനെ കയറുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്നത് സെക്യൂരിറ്റീസാണ്, പാലസിൻ്റെ സെക്യൂരിറ്റീസാണ്. ഇപ്പോൾ എൻട്രൻസിൽ പ്രധാനമായിട്ട് അവർ ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്തിട്ട് ഞാൻ രണ്ടാമത് പോയിട്ട് വീഡിയോ എടുത്തിട്ട് കയറിയതാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ അവരുടെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യും, ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങൾ അവർ അലോ ചെയ്യില്ല. സെൽഫി സ്റ്റിക്ക് പോലുള്ള കാര്യങ്ങളൊന്നും അലോ ചെയ്യില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നീട് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾ കാണുന്നത് ടിക്കറ്റ് കൗണ്ടറാണ്. ടിക്കറ്റ് കൗണ്ടറിൽ എന്ന് പറയുന്നത് 60 rupees ഫോർ ഇന്ത്യൻ സിറ്റിസൺ. അതുപോലെ തന്നെ ഫോറിനേഴ്സിന് 200 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. സ്റ്റുഡൻസിന് കൺസെഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു എൻട്രൻസ് ഏരിയ എന്ന് പറയുന്നത് നിറച്ച ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതെന്ന് പറയുന്നത് ഈ വന്നവരും പോകുന്നവരൊക്കെ ആയിട്ട് അവിടെയാണ് തമ്പടിച്ചിങ്ങനെ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ട്രീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. പിന്നെ എൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കോഫി ഷോപ്പ് നമുക്ക് കാണാൻ പറ്റും. ടിക്കറ്റ് കൗണ്ടറിന് തൊട്ട് പുറകിൽ ഒരു കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിത്താർ പാലസ് എന്ന പേരും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഉമ്മേദ് പാലസ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിത്താർ പാലസ് എന്നൊരു പേരും കൂടി നമുക്ക് കിട്ടും. ചിത്താർ പാലസ് എന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത് ഇതൊരു ഹിൽ സ്റ്റേഷൻ ആട്ടോ. ചിത്താർ ഹിൽ സ്റ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. പലർക്കും എനിക്ക് തോന്നുന്നു ആർക്കും അറിയാൻ സാധ്യതയില്ല ഈ ഒരു ചിത്താർ പാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മേദ് പാലസ് തന്നെയായിരിക്കും. അങ്ങനെ ഒരു പേരും കൂടി ഉണ്ട്, അതാണ് പറഞ്ഞു വന്നത്. ഈ സ്ഥലമൊക്കെ കണ്ടില്ലേ, ഒരു ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ദിവസവും നല്ല ആൾക്കാരും തിരക്കുമായിരിക്കും. അതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ടിക്കറ്റ് റേറ്റ് കുറവായതുകൊണ്ടൊന്നല്ല, ഈ ഒരു സ്ഥലത്ത് വന്ന് എല്ലാവരും ഇരുന്ന് ആസ്വദിക്കാൻ വേണ്ടി വരുന്നതാണ്. പിന്നെ ഞാനെന്ത് നേരെ ഉള്ളിലേക്ക് പോവാണ്. കണ്ടില്ല, എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന ഇവിടുന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പല സ്ഥലത്ത് നിന്ന് ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. നേരെ മുന്നോട്ടേക്ക് പോവാണ്. മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഫോറിനേഴ്സിനെയൊക്കെ കാണാം കേട്ടോ. പിന്നെ അവിടെ ഈ എൻട്രൻസിന് ലെഫ്റ്റ് സൈഡിലേക്ക് കാണുന്ന ഈ ഒരു ബിൽഡിംഗ് കണ്ടില്ലേ, ഇതാണ് ഉമ്മേദ് പാലസിൻ്റെ എൻട്രൻസ്. ആ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ ഫാമിലി ഇപ്പോഴും താമസിക്കുന്ന ഈ ഒരു സ്ഥലത്താട്ടോ. അതുകൊണ്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ, ഈ ഒരു ബിൽഡിങ്ങിലേക്ക് അവിടത്തേക്ക് നമുക്ക് എൻട്രി ഇല്ല. അവിടെ ആകെ ഒരു എൻട്രി ഉള്ളത് ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിലേക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ മുന്നിലായിട്ടുള്ള ഗാർഡനും കാര്യങ്ങളൊക്കെ അതൊന്നും നമുക്ക് പോകാനൊന്നും സാധിക്കില്ല, അതെല്ലാം ബ്ലോക്കാണ്. ആകെ നമുക്ക് കാണാൻ പറ്റുന്ന ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, അത് മാത്രം കാണാൻ പറ്റും. ആൾക്കാരെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഇതിൻ്റെ മുന്നിൽ നിന്നിട്ട്. രാജസ്ഥാൻ്റെ ഒരു ശരിയായ ഭംഗി കാണണമെങ്കിൽ നമുക്ക് ഇവിടെ ഉമ്മേദ് പാലസിൽ വന്ന് നമുക്ക് അറിയാൻ പറ്റും. ആ സ്റ്റോണും അതുപോലെ തന്നെ ഈ ഗാർഡനൊക്കെ കാണുന്ന സമയത്ത് തന്നെ ഭയങ്കര ഒരു ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. വരുന്നവരൊക്കെ എന്തായാലും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക, അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഈ അടുത്ത വശത്തേക്ക് കാണുന്നതാണ് മ്യൂസിയത്തിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത്. അപ്പം ഞാൻ നേരെ മുന്നോട്ടേക്ക് പോവാണ്. മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കാണുന്നത് ഉമ്മേദ് ഭവൻ, അത് ഹോട്ടലാണ് കേട്ടോ. ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലക്ഷറി ഹോട്ടലാണ്. അവിടെ എൻട്രി എന്ന് പറയുന്നത് തന്നെ നല്ല ലക്ഷങ്ങളുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കണ്ടില്ലേ, ഈ വലതുവശത്ത് കാണുന്നത്
ഹോട്ടലാണ്. ആ ഹോട്ടലിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പാലസിൻ്റെ പല ഭാഗങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ കിങ് ഓൾറെഡി അവരുടെ രാജകുടുംബം അവിടെ താമസിക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ താമസിക്കുകയാണെങ്കിൽ അവർ പ്രത്യേകം സജ്ജീകരിച്ച് അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ നേരെ പോകുന്നത് കണ്ടില്ല മ്യൂസിയത്തിനുള്ളിലേക്കാണ്. മ്യൂസിയത്തിലേക്ക് എൻട്രി എന്ന് പറയുന്നത് വീഡിയോഗ്രാഫി അലൗഡ് അല്ല. വ്ളോഗ് എടുക്കുന്നതാണ് ഒരു പ്രശ്നം കേട്ടോ. നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർ ബുദ്ധിമുട്ടിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ എടുക്കാൻ വിടാത്തത്. അല്ലാതെ ഫോട്ടോസും വീഡിയോസ് എടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു പെർമിഷൻ എടുക്കുക. സെക്യൂരിറ്റീസ് ഉണ്ടാവും, അവരോടൊന്ന് ചോദിച്ചിട്ട് മാത്രം വീഡിയോസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുത്താണില്ലേ, ഇതിവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ നിന്നിട്ട് വീഡിയോ എടുത്താണ്. എല്ലാവരും ഇങ്ങനെ പോകുന്നതൊന്ന് കാണാൻ വേണ്ടിയിട്ട്. നല്ല തിരക്കാണ് കേട്ടോ. അത് ശനിയാഴ്ചകളായിക്കോട്ടെ ഞായറാഴ്ച ആയിക്കോട്ടെ ഏതൊരു വർക്കിംഗ് ഡേ ആയിക്കോട്ടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്താണ്. നല്ല ഭംഗി എനിക്ക് തോന്നി. ഈ ഫ്രെയിം നല്ലൊരു ഫ്രെയിം കണ്ടപ്പോൾ എനിക്ക് എടുക്കണം എന്ന് തോന്നിയിട്ട് എടുത്തതാണ്. അതേപോലെ തന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഗേറ്റ് കണ്ടില്ലേ, ഈ ഒരു ഗേറ്റിൽ എന്ന് പറയുന്നത് കിങ്ങിൻ്റെ ആ ഒരു പാലസാണ്. ഇപ്പോഴും അവിടെ ആൾക്കാർ ഉള്ളിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ മാത്രമേ നമുക്ക് പെർമിഷൻ ഉള്ളൂ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നേരെ ഞാൻ മ്യൂസിയത്തിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. ഒരുപാട് ഫോറിനേഴ്സിനൊക്കെ കാണാം കേട്ടോ. ഫോറിനേഴ്സൊക്കെ ഇങ്ങനെ വന്ന് പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാരണം ഫോറിനേഴ്സിന് വേണ്ടിയിട്ടാണ് കൂടുതലും ഇവിടെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നേരെ മ്യൂസിയത്തിനുള്ളിലേക്ക് ഞാൻ പോവാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് വായിച്ച് മനസ്സിലാക്കിയെടുക്കുക. लोग ग्रीन कलर साइड से क्या कितनी बड़ी है, आप देखो ना कितनी बड़ी है। ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഞാൻ ഇന്ന് നിങ്ങളൊന്ന് കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ പുറകിലേക്ക് കണ്ടില്ലേ. അപ്പോൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5 മണിയാകാനായി. ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.